ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാൻ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരി സംഘങ്ങൾ ഓരോ ദിവസവും പിടിയിലാകുന്നുണ്ട്. മലപ്പുറത്താണ് ഏറ്റവും ഒടുവിൽ ലഹരി വേട്ട ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത കേസിൽ 2 പേർ പിടിയിലായി. കൊണ്ടോട്ടി സ്വദേശി പറപ്പാറ റിയാസ് എന്ന ചോര റിയാസ്, പുളിക്കൽ സ്വദേശി മുജീബ് എന്നിവരാണ് പിടിയിലായത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഇവരിൽ നിന്നും MDMAയും വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളായി 40ഓളം കേസിലെ പ്രതിയാണ് മുജീബ് റഹ്മാൻ. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലായിടത്തും പോലീസിൻ്റെ ലഹരി വേട്ട നടക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്ന 2 പേരാണ്. അതായത് ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഹരി നൽകാൻ ആണോ ഇവർ ഇവിടെ എത്തിയിരുന്നത്? പോലീസ് നൽകുന്ന വിവരം എന്താണ്? ടോം, ഈ പ്രതികളെ പിടികൂടിയ സ്ഥലം അതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിസരം കേന്ദ്രീകരിച്ചാണ് ഇവർ ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതായത് കോളേജിൽ വിദ്യാർത്ഥികൾ ഒട്ടേറെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ പരിസരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരിടം തന്നെയാണ്. ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് റിയാസും മുജീബും ലഹരി മരുന്ന് MDMA വിൽപ്പന നടത്തിയിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ MDMA വിൽപ്പനയ്ക്കായിട്ട് ഇവർ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനിലെ 40ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബ് റഹ്മാൻ. ഇയാളുടെ പേരിൽ നിരവധി വാറണ്ടുകളും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഈ റിയാസിനെതിരെയും പല ഇടങ്ങളിലും കേസുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായിട്ട് ലഹരി വിൽപ്പനക്കാരെ, ചെറുകിടക്കാരെയും വൻകിടക്കാരെയും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ DYSPയുടെ കീഴിൽ തന്നെ 9 ഇടങ്ങളിൽ നിന്ന് ലഹരി മരുന്ന് ഈ ദിവസങ്ങളിൽ പിടികൂടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ഊർജിതമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പോലീസ് നടപ്പാക്കുന്നത്. അതിലേറ്റവും ഒടുവിൽ അറസ്റ്റിലായ 2 പേരാണ് ഈ റിയാസും മുജീബും. അതായത് ഇവർ 2 പേരും നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇവരുടെ ഒരു പശ്ചാത്തലം ഈ ലഹരി ഇടപാടിനപ്പുറം മറ്റ് സാമൂഹ്യ വിരുദ്ധ ഇടപാടുകൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവരാണോ? ഇവർക്കെതിരെ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നടപടികൾ, പരിശോധനകൾ ഉണ്ടാകുന്നുണ്ട്, ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇവർക്കെതിരെ എന്ത് വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവർക്കെതിരെ നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ലഹരി മരുന്ന് കൈവശം വെച്ചതിനും അത് വിൽപ്പന നടത്തുന്നതിനും എതിരെയുള്ള നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൂടി വരുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷെ ഇവർക്ക് എതിരെ ഈ നേരത്തെ ഒരുപാട് വാറണ്ട് ഉള്ള ഒരു പ്രതി കൂടിയാണ് മുജീബ് റഹ്മാൻ. ഇയാൾക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ, മോഷണം, അതേപോലെ തന്നെ അടിപിടി തുടങ്ങിയ പലതരത്തിലുള്ള കേസുകൾ ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളുണ്ട്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചില്ല. കാരണം 40ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബ് റഹ്മാൻ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്രയും സംസ്ഥാനത്ത് തന്നെ പല സ്റ്റേഷനുകളായിട്ടാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. അതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരൊരു സ്ഥിരം കുറ്റവാളികളാണ് ഈ 2 പേരും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 പേരും കൃത്യമായിട്ട് പോലീസിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ തൂഫാന് ശേഷം, ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയത് മുതൽ തന്നെ ഈ ജില്ലയിലെ ലഹരി മാഫിയ ശൃംഖലകൾ കേന്ദ്രീകരിച്ച് മുൻപ് കേസിൽ പിടിയിലായവർ, മുൻപ് പോലീസിൽ വിവരം നൽകിയവർ, അത്തരത്തിൽ അങ്ങനെയുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന് അന്വേഷണം പുരോഗമിക്കുക. അങ്ങനെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ ലഹരി മരുന്ന് ശൃംഖലകളിലേക്ക് ചെന്നെത്തുന്നത്. എന്നാണെങ്കിലും ഇത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ മേഖലകളിൽ നിന്നും, അതായത് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട ആളുകളെ പിടികൂടാൻ സാധിക്കുന്നുണ്ട് എന്നത് തന്നെ ഇത് ഫലപ്രദമായിട്ടാണ് ജില്ലയിൽ നടപ്പാക്കുന്നതിന്റെ വലിയ ഒരു തെളിവായിട്ട് വേണം കാണുവാൻ. മുൻപ് 2 ആഴ്ച മുമ്പ് കരിപ്പൂരിൽ മുൻപ് ലഹരി മരുന്ന് കേസിന് സഹായം ചെയ്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായിട്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ലഹരി മരുന്ന് വിൽപ്പനയ്ക്കും അതുപോലെയുള്ള അതിന്റെ ഇടപാടുകൾക്കുമെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ഇനി ഉള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധന എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിട്ടുള്ളത്.
വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.